ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 94. തനിക്ക് പരിമിതമായ സമയമേ ഉള്ളുവെന്നും പരിശീലനത്തിനായി പരമാവധി സമയം ഉപയോഗിക്കണമെന്നും അമരൻ അറിയാമായിരുന്നു. എന്നാൽ പരിശീലനത്തിനിടെ പലപ്പോഴും ചെന്നായ സംഘത്തിലെ സൈനികരെ കണ്ടുമുട്ടുകയും ജീവൻ സംരക്ഷിക്കാനായി അവരെ കൊല്ലുകയും ചെയ്തു. ഇതുവരെ ഏകദേശം ചെന്നായ സംഘത്തിലെ 9 യോദ്ധാക്കൾ അമരന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു. എന്നാൽ ഓരോ യോദ്ധാവിന്റെയും മരണത്തോടെ അമരൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചെന്നായക്കൂട്ടം പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അമരൻ തന്റെ പരിശീലനം കൃത്യമായി പൂർത്തിയാക്കി 7ാമത്തെ പടിയിൽ എത്തി നിന്നു. അന്നും തടിയിൽ നിന്നുകൊണ്ട് അമരൻ പൂർണ്ണ ഏകാഗ്രതയോടെ പരിശീലിക്കുകയായിരുന്നു. അപ്പോൾ ചെന്നായ സംഘത്തിലെ ഒരു യോദ്ധാവ് കാട് കടന്ന് വെള്ളച്ചാട്ടത്തിന് സമീപം എത്തി. അവൻ അമരനെ തിരഞ്ഞ് ചുറ്റിലും അലഞ്ഞു. വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് ഒരു യുവാവിന്റെ ശബ്ദം കേട്ട് യോദ്ധാവ് ഉടനെ അവിടെ ചെന്ന് മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അവിടെ പരിശീലനം നടത്തുന്ന ഒരു യുവാവിനെ കണ്ടപ്പോൾ അബദ്ധത്തിൽ പോലും കണ്ണിൽ പെടാതിരിക്കാൻ യോദ്ധാവ് അവനെ രഹസ്യമായി നിരീക്ഷിച്ചു. യുവാവിന്റെ പരിശീലനം കണ്ടപ്പോൾ സഞ്ജയൻ അന്വേഷിക്കാൻ പറഞ്ഞുവിട്ട യുവാവ് ഇത് തന്നെയാണെന്ന് യോദ്ധാവ് ഉറപ്പിച്ചു. ഇത്രയും നാളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന യുവാവിനെ കണ്ടെത്തിയ സന്തോഷം യോദ്ധാവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തി. സഞ്ജയൻ ഈ അമരന്റെ തലയ്ക്ക് വലിയൊരു പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അയാൾ ഓർത്തു. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ അമരനെ തേടി കാട്ടിൽ അലഞ്ഞു തിരിയുന്ന പട്ടാളക്കാരെ വിളിച്ചു വരുത്താൻ സഞ്ചിയിൽ നിന്ന് ഒരു വെളിച്ചമെടുത്തു. ആകാശത്ത് ഒരു മിന്നലടിക്കുന്നത് പോലെ അത് പടർത്തി. സത്യത്തിൽ ആ വെളിച്ചം മറ്റ് സൈനികർക്ക് ഒരു സൂചനയായിരുന്നു. വെളിച്ചം കണ്ടപ്പോൾ ചുറ്റുമുള്ള പട്ടാളക്കാർ വെള്ളച്ചാട്ടത്തിനരികിൽ വന്ന് അമരനെ വലയം ചെയ്ത് അവനെ തടവിലാക്കി. സഞ്ജയന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്നും യുവാവിനെ കണ്ടെത്താൻ സഹായിച്ചതിന് പ്രതിഫലം ലഭിക്കുമെന്നും ആ യോദ്ധാവ് സ്വപ്നം കണ്ടു. അതിനായി സ്ഥലം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്ന പന്തം അയാൾ ആകാശത്തേക്ക് ഉയർത്തി. അപ്പോൾ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് അവിടെ വീശാൻ തുടങ്ങി. പന്തം അവന്റെ കൈകളിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീണു. അത് കണ്ട് യോദ്ധാവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അസ്വസ്ഥനായ അയാൾ ചുറ്റും നോക്കി. കാറ്റിന്റെ വേഗതയിൽ ഒരു കറുത്ത വസ്തു തന്റെ നേരെ വരുന്നത് കണ്ട് യോദ്ധാവിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കറുത്ത വസ്തു കണ്ട് ഞെട്ടി യോദ്ധാവ് ഏതാനും ചുവടുകൾ പിന്നോട്ട് വെച്ചപ്പോൾ ആ വസ്തു വലിയ ശബ്ദത്തോടെ വന്ന് അവന്റെ മുന്നിൽ നിലത്തേക്ക് വീണു. ഉടനെ അവിടെയെല്ലാം പൊടിപടലങ്ങൾ പരക്കാൻ തുടങ്ങി. അതിന്റെ വേഗതയും ആഘാതവും കണ്ട് ഇതൊരു ഭാരമുള്ള വസ്തുവാണെന്ന് യോദ്ധാവിന് പെട്ടെന്ന് മനസ്സിലായി. പൊടി പറക്കുന്നത് നിലച്ചപ്പോൾ യോദ്ധാവ് ആ വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അതൊരു കരിങ്കല്ലാണ് എന്ന് മനസ്സിലായി. ജീവിതത്തിൽ ഒരിക്കലും അവൻ അത്തരത്തിൽ ഒരു കരിങ്കല്ല് കണ്ടിട്ടില്ല. 6 നക്ഷത്ര അപരാജിതനാണെങ്കിലും ഒരു ചുഴലിക്കാറ്റ് തന്റെ അടുത്തേക്ക് പാഞ്ഞു കയറുന്നതായി തോന്നിയപ്പോൾ യോദ്ധാവ് ഭയപ്പെട്ടു. യോദ്ധാവ് അവിടെ നിന്നും പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ തന്റെ അടുത്തേക്ക് എന്തോ വേഗത്തിൽ വരുന്നതായി അയാൾക്ക് തോന്നി. ഉടൻ തന്നെ ഓട്ടം നിർത്തി തലകുനിച്ചു. അയാൾ കുനിഞ്ഞിരുന്നപ്പോൾ ഒരു ശക്തി അവനെ കടന്നുപോയി. ശക്തി നേരെ തനിക്കപ്പുറത്തുള്ള ഒരു മരത്തിലേക്ക് പോയി. ശക്തിയുടെ ആഘാതത്തിൽ മരത്തിൽ സാവധാനം വിള്ളൽ വരാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് വിള്ളൽ വലുതായി. മരം 2 ഭാഗങ്ങളായി. ഒടിഞ്ഞു വീണ മരം കണ്ട് യോദ്ധാവിന് ആശ്വാസം തോന്നി. അയാൾ മരത്തിലേക്ക് നോക്കി ചിന്തിച്ചു, ഭാഗ്യവശാൽ ഞാൻ കൃത്യസമയത്ത് കുനിഞ്ഞു, ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ മരത്തിന് പകരം എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അതിന്റെ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങൾ കണ്ടപ്പോൾ ഇത്രയും ശക്തി ഉപയോഗിക്കാൻ അറിയുന്നവൻ എത്ര ശക്തനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച യോദ്ധാവിന്റെ മുഖം പരിഭ്രമത്താൽ മരവിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയേ വഴിയുള്ളൂ എന്ന് കരുതി ഒരു പല്ലിയെ പോലെ നിലത്ത് പറ്റിച്ചേർന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. പല്ലി വേഗത എന്ന ഉന്നത നില വിദ്യ യോദ്ധാവ് ഉപയോഗിക്കുന്നതിനാൽ അവന്റെ ഇഴയുന്ന വേഗത 2 കാലുകൊണ്ടുള്ളതിനേക്കാൾ വേഗത്തിലായിരുന്നു. ഈ വിദ്യ അസംഖ്യം തവണ യോദ്ധാവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അപരാജിതന്റെ തന്ത്രം തകർക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണെന്ന് യോദ്ധാവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എളുപ്പം രക്ഷപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. തിരികെ പോയി സഞ്ജയനോട് അമരനെ കുറിച്ച് പറഞ്ഞ് പ്രതിഫലത്തുക സ്വസ്ഥമായി വാങ്ങാം. അവൻ ഇങ്ങനെ വിചാരിച്ചപ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഏതെങ്കിലും മാന്ത്രിക മൃഗം തന്നെ ആക്രമിക്കാൻ വന്നതാവുമോ എന്ന് ചിന്തിച്ച് യോദ്ധാവ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആ സമയം അമരനത അവിടെ നിൽക്കുന്നു. യോദ്ധാവ് സഞ്ജയനെ പിടിച്ചുകൊടുക്കാൻ ശ്രമിച്ച യുവാവ് ഇത്ര വലിയ ശക്തനാണെന്ന് ചിന്തിച്ചു യോദ്ധാവ് പരിഭ്രമിച്ചു. ഇവൻ എങ്ങനെ ഇവിടെ വന്നു?
ഇത്രയും നേരം അവൻ എന്നെ പിന്തുടർന്നിരുന്നോ? പക്ഷേ ഇത്ര വേഗത്തിൽ അവനെങ്ങനെ എന്നെ പിന്തുടരും? അപ്പോൾ ഈ യുവാവ് എത്ര ശക്തനായിരിക്കും? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു അമ്പരന്ന് നിന്നു അമരൻ. നിങ്ങൾ ശരിക്കും വളരെ വേഗത്തിൽ ഓടുന്നു, ചിരിച്ചുകൊണ്ട് അമരൻ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ചിരി നിർത്തി അവന്റെ മുഖത്ത് ഒരു ഉന്മാദം പടർന്നു. അത് കണ്ട യോദ്ധാവ് അമരൻ ജീവനോടെ തന്നെ വിടാൻ പോകുന്നില്ലെന്ന് ഭയപ്പെട്ടു. അവൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അമരൻ തന്റെ ശക്തി പ്രയോഗിച്ച് അവനെ നിലത്ത് വീഴ്ത്തി. ഒരു വലിയ ശബ്ദത്തോടെ യോദ്ധാവ് താഴെ വീണു. അമരൻ ക്ഷമയോടെ അവന്റെ അടുത്തേക്ക് നടന്നു. യോദ്ധാവ് വേദനയും ഭയവും കൊണ്ടലറി. അമരൻ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പേടിച്ച് ജീവന് വേണ്ടി കേഴാൻ തുടങ്ങി. അവൻ പറഞ്ഞത് കേട്ട് അമരൻ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ നിന്നോട് ക്ഷമിക്കാം. യോദ്ധാവിന്റെ കണ്ണുനീർ പെട്ടെന്ന് നിലച്ചു. അവന്റെ മുഖത്ത് നേരിയ പുഞ്ചിരി വിടർന്നു. അവൻ സന്തോഷത്തോടെ കൈവീശി സ്ഥലം വിടാൻ എഴുന്നേറ്റു. പക്ഷേ അമരൻ വീണ്ടും അവനെ പിടിച്ച് നിലത്തേക്ക് തള്ളി. എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഏയ്, നിന്നോട് ക്ഷമിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, നിന്നെ ജീവനോടെ വിടുമെന്ന് പറഞ്ഞില്ല. എറിഞ്ഞ കരിങ്കല്ല് വീണ്ടും തന്റെ മുതുകിൽ തന്നെ കയറ്റിവെച്ചു അമരൻ. അമരൻ തന്റെ മേൽ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ഭയന്ന് യോദ്ധാവ് ഉടൻ തന്നെ മുട്ടുകുത്തി അമരനോട് യാചിക്കാൻ തുടങ്ങി. പക്ഷെ അമരൻ യോദ്ധാവിനോട് കരുണ കാണിച്ചില്ല. അമരൻ ഉയർത്തിയ കരിങ്കല്ല് യോദ്ധാവിന് നേരെ എറിഞ്ഞു. അതിന്റെ വേഗത പോരാളിയുടെ തലയിൽ ചിതറിത്തെറിച്ചു. അവന്റെ രക്തം അമരന്റെ മുഖത്ത് തെറിച്ചു. അമരൻ യോദ്ധാവിന്റെ അരയിൽ കെട്ടിയ തുണി രക്തം വൃത്തിയാക്കാൻ എടുത്തു. കറുത്ത കല്ലിൽ നിന്ന് രക്തം തെറിച്ചു. അമരന്റെ കണ്ണുകളിൽ പൈശാചികമായ ഒരു തിളക്കമുണ്ടായിരുന്നു. അവൻ ശക്തനും ശത്രുക്കളോട് കരുണയില്ലാത്തവനുമായി തീർന്നു. നിനക്കെന്നെ കൊല്ലണോ? അത് തീർച്ചയായും നടക്കില്ല. ഞാൻ തിരിച്ചു പോകുമെന്ന് ഞാൻ സ്വയം വാക്ക് നൽകിയതാണ്. വാക്ക് പാലിക്കാൻ ഏത് ജീവനും എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നിമിഷം മുതൽ ഒരു പറ്റം ചെന്നായ്ക്കളുടെ ഗതികേട് ഈ നിമിഷം മുതൽ തുടങ്ങുന്നു, അമരൻ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ചുറ്റും നോക്കി. ഇത്രയും നാളായി അമരനെ തിരഞ്ഞ പടയാളികളെല്ലാം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അമരൻ തിരഞ്ഞ ഒരു യോദ്ധാവ് മാത്രം അവരുടെ സംഘത്തിലില്ലായിരുന്നു. എന്നാൽ അവൻ മറഞ്ഞു നിന്ന് അമരനെ വീക്ഷിക്കുകയായിരുന്നു. കാട് പൂർണ്ണമായി നിശബ്ദമായിരുന്നു. ആ യോദ്ധാവിനെ തേടി നടന്നു നീങ്ങിയ അമരൻ തന്റെ അടുത്തേക്ക് ആരോ നടക്കുന്ന ശബ്ദം കേട്ടു. അയാൾ ഉടൻ തന്നെ തന്റെ അടുത്തുള്ള ഉയരമുള്ള പുല്ലിൽ മറഞ്ഞു. അവന്റെ സംശയം ശരിയാണെങ്കിൽ ആ ശബ്ദം മറ്റൊരു യോദ്ധാവ് മരിച്ച യോദ്ധാവിനെ തിരയുന്ന ശബ്ദമായിരുന്നു. യോദ്ധാവ് തന്റെ സുഹൃത്ത് ഈ ഭാഗത്തേക്ക് വരുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് കണ്ടിരുന്നു. എന്നാൽ പിന്നീട് അവനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാൽ അവനെ തേടി വന്നതായിരുന്നു. തന്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ യോദ്ധാവ് ജാഗരൂകരായി. പിന്നെ ശ്രദ്ധയോടെ ആ കുറ്റിക്കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ശബ്ദം കേട്ടത്. നീ നിന്റെ സുഹൃത്തിനെയാണോ അന്വേഷിക്കുന്നത്? അവൻ ഈ ലോകം വിട്ടുപോയി. കോപാകുലനായ യോദ്ധാവ് വാളെടുത്തു. കാറ്റിന്റെ ശക്തിയിൽ പതറിപ്പോയ യോദ്ധാവ് തന്റെ കയ്യിലിരുന്ന വാൾ താഴെയിട്ടു. ഉടനെ വാളെടുക്കാൻ കുനിഞ്ഞപ്പോൾ മറ്റൊരു കാറ്റ് അവന് നേരെ വന്നു. എന്നാൽ ഇത്തവണ കാറ്റ് മാത്രമല്ല, ഒരു യുവാവും ഉണ്ടായിരുന്നു. കാറ്റിന്റെ കൂടെ വേഗത്തിൽ വന്നു. അവന്റെ കണ്ണുകളിലെ ദേഷ്യം യോദ്ധാവ് കണ്ടു. ഭയന്ന് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ആ യോദ്ധാവിന്റെ വേഗത മുൻ യോദ്ധാവിന്റെ വേഗതയേക്കാൾ കുറവായിരുന്നു. അമരൻ അവനെ വേഗത്തിൽ പിടികൂടി. ഉടൻ തന്നെ അവന്റെ കഥ അവസാനിപ്പിച്ചു. കല്ല് വൃത്തിയാക്കിയ ശേഷം അമരൻ വീണ്ടും ആ യോദ്ധാവിന്റെ ശരീരത്തിലേക്ക് നോക്കി അലറി പറഞ്ഞു, നീ ഞാൻ കൊന്ന 11ാമത്തെ യോദ്ധാവാണ്. മനുഷ്യരെ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല. തന്നെ തേടി കൂടുതൽ യോദ്ധാക്കൾ ഈ സ്ഥലത്തേക്ക് വരുമെന്ന് സംശയിച്ച അമരൻ തന്റെ പരിശീലനം തുടരാൻ തീരുമാനിച്ചു. എന്നാൽ അമരൻ വലിയ ഭാഗ്യവാനാണ്. അവനെ തേടി വന്ന പടയാളികളെല്ലാം അപരാജിതന്റെ നിലയിൽ 8 നക്ഷത്രത്തിന് താഴെയുള്ളവരാണ്. 8 നക്ഷത്രത്തിന് താഴെയുള്ളവരെ മുതുകിലെ കല്ല് നീക്കിയാൽ മാത്രമേ അമരന് നശിപ്പിക്കാൻ കഴിയൂ. പക്ഷേ അമരനേക്കാൾ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ആരെങ്കിലും അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിൽ അമരന് തിരിച്ചടിയായേനെ. എന്നാൽ അമരന്റെ നല്ല കാലം ചെന്നായ്ക്കൂട്ടത്തിൽ ആർക്കും തന്നെ അത്ര ഉയർന്ന നക്ഷത്ര നിലവാരമില്ലായിരുന്നു. അമരനിലും ശക്തമായ സാങ്കേതികതയുള്ള ഒരു യോദ്ധാവില്ല. പക്ഷേ അമരൻ സംഘത്തെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം കളിക്കുന്ന ഈ മരണക്കളിയിൽ ചെന്നായ്ക്കൂട്ടം വലിയ വില നൽകുമെന്ന് അമരൻ ഉറപ്പിച്ചു. തന്നെ ജീവനോടെ വിടാൻ അമരനോട് മുട്ടുകുത്തി അപേക്ഷിച്ചപ്പോൾ 1ാം പോരാളി
ചെന്നായക്കൂട്ടത്തെ പറ്റിയുള്ള പല വിവരങ്ങളും അമരനോട് പറഞ്ഞു. കർണൻ ചെന്നായക്കൂട്ടത്തിലെ ഏറ്റവും ശക്തനായിരുന്നു. 2 നക്ഷത്രങ്ങളുള്ള അവരുടെ നേതാവാണ് കർണൻ. അദ്ദേഹത്തിന് ശേഷം 9 നക്ഷത്രങ്ങളുള്ള ഒരു അപരാജിതനും 8 നക്ഷത്രങ്ങളുള്ള ഒരു അപരാജിതനും സംഘത്തിലുണ്ട്. അവർ മൂവരും ഏറ്റവും ശക്തരായിരുന്നു. അവരൊഴികെ മറ്റാർക്കും അമരനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇത് പരിഗണിച്ച അമരൻ വീരന്റെ ശരീരത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കി നെടുവീർപ്പിട്ടു. ഇനി എത്ര യോദ്ധാക്കളെ കൊല്ലണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്തിനും തയ്യാറാണ്, അവൻ മനസ്സിൽ കരുതി. അതേസമയം വനത്തിൽ നിന്ന് ദൂരെ നഗരത്തിലെ ചെന്നായക്കൂട്ടത്തിന്റെ കൊട്ടാരത്തിൽ കർണൻ തന്റെ 2 യോദ്ധാക്കളെ കൂടി കാണാതായതായി അറിയുന്നു. അവരും കൊല്ലപ്പെട്ടുവെന്ന് ഊഹിച്ച് അയാൾ ആകെ തകർന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ഞാൻ ആ യുവാവിനെ കൊല്ലാൻ പോകുന്നു, അദ്ദേഹം ദേഷ്യത്തോടെ അലറി. കർണൻ വളരെ കോപിക്കുന്നത് കണ്ട് ചെന്നായക്കൂട്ടത്തിലെ ശക്തരായ മനുഷ്യർ യോഗത്തിൽ നിശബ്ദരായി പരസ്പരം നോക്കി. അദ്ദേഹത്തോട് ഒന്നും പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. അപ്പോൾ കർണൻ പതിയെ കോപം നിയന്ത്രിച്ച് നിശ്വസിച്ചു. 2 ദിവസം കൊണ്ട് നമ്മുടെ 10-ലധികം പട്ടാളക്കാരെ അവൻ കൊല്ലും. ഇങ്ങനെ പോയാൽ ചെന്നായക്കൂട്ടത്തിൽ നമ്മളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. അവർ വീണ്ടും പരസ്പരം നോക്കി. അവനൊരു സാധാരണ യുവാവാണ്, ശക്തരായ സൈനികരെ എങ്ങനെ കൊല്ലാൻ കഴിയും? നമ്മുടെ സംഘം അത്ര നിസ്സാര സംഘമല്ല. ഇത് അമരന്റെ നിർഭാഗ്യമാണ്, ഇവനെ വെറുതെ വിടില്ല എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കർണൻ ദേഷ്യത്തോടെ മകനെ നോക്കി. എങ്ങനെ 3ഉം 7ഉം നക്ഷത്ര നിലയിലുള്ള സൈനികരെ അവന് കൊല്ലാൻ കഴിയും? പറയൂ, സഞ്ജയൻ പറഞ്ഞു. നമ്മൾ ആ ഗുഹയിലായിരുന്നപ്പോൾ ആ അമരൻ തന്റെ യഥാർത്ഥ ശക്തി എനിക്ക് കാണിച്ചു തന്നു. അവൻ കൂടുതൽ ശക്തനാണെങ്കിൽ അവൻ ഞങ്ങളോട് അവിടെയും യുദ്ധം ചെയ്യുമായിരുന്നു. എന്തിനാണ് ഓടിപ്പോയത്? മറുപടി പറയാതിരുന്ന കർണൻ ചിന്തയിൽ മുഴുകി. എന്നാൽ ഇപ്പോൾ തോന്നുന്നു അമരൻ 7 നക്ഷത്ര നില കിട്ടിയ അപരാജിതനാകും. എന്തിന് 8 നക്ഷത്രം പോലും കിട്ടിയേക്കാം. പക്ഷേ ഏതോ കാട്ടിലെ ആ അമരൻ എങ്ങനെയാണ് തന്റെ നക്ഷത്രം വർദ്ധിപ്പിച്ചത്? ഇത് വിശ്വസനീയമാണോ? അവൻ ചോദിച്ചു. ഇത് കേട്ടതും മുഖത്ത് നേരിയ പരിഭ്രമം പടർന്നു തുടങ്ങി. ശരിക്കും ഈ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഒരാൾ 2 നക്ഷത്രങ്ങൾ എത്തുമായിരുന്നോ? സത്യത്തിൽ അമരന്റെ പരിശീലനത്തിന്റെ വേഗത എന്നെ ഭയപ്പെടുത്തുന്നു. അമരൻ ഒരു സാധാരണ യുവാവല്ല. നമുക്ക് അവനെ ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അയക്കുന്ന എല്ലാ പടയാളികളോടും വരാൻ പറയൂ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് യോദ്ധാക്കളെ 5-5 സംഘങ്ങളായി തിരിച്ച് അവിടേക്ക് അയക്കാം. ആരെങ്കിലും അവനെ കണ്ടാൽ ഉടൻ പന്തം കൊണ്ട് സൈനികർക്ക് അടയാളം കാണിക്കണം. ഇത്തവണ നമ്മൾ വിരിക്കുന്ന വലയിൽ നിന്നും അവൻ എവിടെ ഓടിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. കർണന്റെ കണ്ണുകൾ ചുവന്നു തൊടുക്കാൻ തുടങ്ങി. അയാൾ മുഷ്ടി ചുരുട്ടി. ശരി, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സഞ്ജയൻ സമ്മതിച്ചു. അതിനുശേഷം അല്പം ആശ്വാസത്തോടെ കർണൻ പറഞ്ഞു. ഈ വേല ഏൽപ്പിക്കാൻ സമർത്ഥൻ വേദാന്താണ്. അവനെ ഉടനെ അറിയിക്കൂ, ഒരു വേലയുണ്ടെന്ന്. സഞ്ജയൻ അതിശയത്തോടെ പിതാവിനെ നോക്കി. 95 കർണൻ പറഞ്ഞു. വേദാന്തൻ ഈ വേലയ്ക്ക് അനുയോജ്യനാകും. ഉടൻ വിവരം അറിയിച്ച് അവനോട് വരാൻ പറയൂ. തങ്ങളുടെ നേതാവിൽ നിന്ന് ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ചില യോദ്ധാക്കൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. അവർ പരസ്പരം നോക്കി. ആ യോദ്ധാക്കളിൽ ഒരാൾ നേതാവ് കർണനെ നോക്കി പറഞ്ഞു. നേതാവേ, വേദാന്ത് ചില യോദ്ധാക്കളെ കൂട്ടി മറ്റൊരു പ്രധാന കാര്യത്തിന് പോയിരിക്കുന്നു. ഇത് കേട്ട് കർണൻ ആശ്ചര്യപ്പെട്ടു. തുടർന്ന് യോദ്ധാവിനോട് ചോദിച്ചു. പ്രധാന കാര്യം? അതെന്താണ് പ്രധാന കാര്യം? അവർ വനത്തിലെ പ്രധാന പ്രദേശത്ത് ഒരു മഞ്ഞക്കുറുക്കനെ കൊല്ലാൻ പോയി, അവൻ പറഞ്ഞു. ഒരു മഞ്ഞക്കുറുക്കൻ? എന്തിനാണിപ്പോൾ അതിനെ കൊല്ലുന്നത്? എന്താണ് കാര്യം? അത് കേട്ട് യോദ്ധാവ് പറഞ്ഞു. നേതാവേ, നമ്മുടെ ഗ്രാമവൈദ്യ ഗീതാഞ്ജലി പറഞ്ഞ പ്രകാരമാണ് വേദാന്ത ഈ പ്രവൃത്തിക്ക് പോയത്. യോദ്ധാവ് ഇത് പറഞ്ഞയുടൻ നേതാവ് കർണന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അദ്ദേഹം കോപം കൊണ്ട് അലറി വിളിച്ചു. ഇയാൾ എന്തൊരു കഴുതയാണ്! എപ്പോ നോക്കിയാലും പെണ്ണുങ്ങൾക്ക് പുറകെ പൊയ്ക്കോളും. നമ്മുടെ ചെന്നായക്കൂട്ടം എത്ര വലിയ പ്രശ്നത്തിലാണെന്ന് അവൻ അറിയാമോ? കർണൻ പറഞ്ഞു. അതിനിടയിൽ മറ്റൊരു യോദ്ധാവ് കർണനെ ഓർമ്മിപ്പിച്ചു. നേതാവേ, അവിടുന്ന് കോപിക്കരുത്. നമ്മുടെ വേദാന്ത് 8 നക്ഷത്ര അപരാജിതനാണ്. ആ അമരന്റെ കഥ വേദാന്ത അവസാനിപ്പിച്ചുകൊള്ളും. പക്ഷേ കർണന്റെ മനസ്സ് ശാന്തമായില്ല. യോദ്ധാവിന്റെ സംസാരം അവനെ പ്രകോപിപ്പിച്ചു. യോദ്ധാവിനെ ശകാരിച്ചു. നിന്നേക്കാൾ നന്നായി എനിക്കറിയാം ആ കഴുതയെ.
നിങ്ങൾ അവനെ കൊല്ലുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അവൻ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി മടങ്ങി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമരൻ നിസ്സാരക്കാരനല്ല, നേതാവ് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് കർണൻ എല്ലാ പടയാളികളോടും പോകാൻ ആംഗ്യം കാണിച്ചു. പട്ടാളക്കാർ പോയി കഴിഞ്ഞപ്പോൾ അയാൾ എന്തോ ആലോചിച്ചു തുടങ്ങി. കർണന്റെ മുഖത്ത് വിഷമം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അമരൻ വേദാന്തയെ കൊല്ലരുതെന്ന് അവൻ ആഗ്രഹിച്ചു. വേദാന്ത മറ്റു യോദ്ധാക്കളിൽ നിന്ന് അല്പം ഉയർന്ന നക്ഷത്ര നിലവാരമുള്ള ശക്തനായ യോദ്ധാവാണ്. അവന്റെ മരണം ചെന്നായ സംഘത്തിന് വലിയ നഷ്ടമായിരിക്കുമെന്ന് മാത്രമല്ല, പകരമായി മറ്റൊരാളെ കണ്ടെത്താനും സാധിക്കില്ല. ഉടനെ കർണൻ സഞ്ജയനെ നോക്കി ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു, ആ കഴുതയെ തിരികെ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യൂ. വന്നാലുടൻ എന്നെ വന്ന് കാണാൻ പറയൂ. ഇതെന്റെ കൽപ്പനയാണ്. ഇതും പറഞ്ഞ് കർണൻ ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയയുടനെ അവിടെയുള്ളവർ പരസ്പരം കുശുകുശുക്കാൻ തുടങ്ങി. അതേസമയം കൊടും വനത്തിനുള്ളിൽ നിലാവെളിച്ചത്തിൽ ഒരു വലിയ കൂടാരം തിളങ്ങി. കൂടാരത്തിനടുത്തായി മരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു മരക്കൊമ്പിൽ ഇലകൾ കൊണ്ട് ഒരു മനുഷ്യരൂപം മറഞ്ഞിരുന്നു. ഒരു മരം എന്ന പോലെ അയാൾ തന്റെ മുന്നിലെ കൂടാരത്തിലേക്ക് നോക്കി. ആ കൂടാരത്തിലെ 15ഓളം യോദ്ധാക്കൾ 5 നക്ഷത്ര അപരാജിത നിലവാരമുള്ളവരായിരുന്നു. അമരന്റെ ലക്ഷ്യം കൂടാരത്തിന്റെ മധ്യത്തിലുള്ള 8 നക്ഷത്ര അപരാജിതനായിരുന്നു. വേദാന്തയായിരുന്നു അത്. ചെന്നായ സംഘത്തിലെ ഏറ്റവും ശക്തനായ 3ാമത്തെ പോരാളിയാണ് അവനെന്ന് പോരാളികളുടെ വാക്കുകളിൽ നിന്ന് അമരന് മനസ്സിലായി. അമരന്റെ ഇപ്പോഴത്തെ കരുത്ത് കണക്കിലെടുത്ത് വേദാന്തിനെ നേരിട്ടാൽ വേദാന്തിന് ജയിക്കാം. അതുകൊണ്ട് തന്നെ ചുറ്റും യോദ്ധാക്കൾ ഇല്ലാതിരിക്കുമ്പോൾ മാത്രം ആക്രമിക്കാമെന്ന് അവൻ ചിന്തിച്ചു. ആ കൂടാരത്തിലെ യോദ്ധാക്കളുടെ ചലനം കണ്ട നിമിഷം അമരന് മനസ്സിലായി, താൻ ആദ്യം മറ്റു യോദ്ധാക്കളെയെല്ലാം ഇല്ലാതാക്കണമെന്ന്. അപ്പോൾ മാത്രമേ 8 നക്ഷത്ര അപരാജിതൻ വേദാന്തനോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ. അമരൻ പിന്നീട് ആ പ്രദേശം മുഴുവൻ സൂക്ഷ്മമായി വീക്ഷിച്ചു. എന്നിട്ട് നിശബ്ദമായി ആക്രമിക്കാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു. ഒരു പാൽ നിലാവുള്ള രാത്രിയിൽ നക്ഷത്രങ്ങൾക്കും മിന്നാമിനുങ്ങൾക്കുമിടയിൽ വനം വളരെ നിശബ്ദമായിരുന്നു. മരങ്ങൾക്കരികിൽ അഗ്നിച്ചിറകുകൾ വട്ടമിട്ട് പറക്കുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇതിനിടെ മരത്തിനടുത്ത് കാത്തുനിന്ന അമരൻ സമയം കഴിയുന്തോറും തളർന്നു തുടങ്ങി. കാട്ടിൽ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. മരങ്ങളുടെ ഇലകൾ കൂടാരത്തിലേക്ക് പറന്നു. ഇത് കണ്ട അമരന് പെട്ടെന്ന് ഒരു ആശയം തോന്നി. ഉടനെ ചിരിച്ചുകൊണ്ട് തന്റെ നിധിമോതിരത്തിൽ നിന്നും അയാൾ ഒരു പൊതി പുറത്തെടുത്തു. അതിൽ ഒരു തരം വെളുത്ത പൊടി ഉണ്ടായിരുന്നു. ഗീതാഞ്ജലി അമരന് നൽകിയ ബോധം കളയാനുള്ള ആ പൊടി തന്നെയായിരുന്നു ഈ പൊടി. ഈ പൊടി ഉപയോഗിക്കുന്നത് ചെന്നായ സംഘത്തിലെ യോദ്ധാക്കളെ തളർത്തുമെന്ന് അമരൻ അറിയാമായിരുന്നു. അമരൻ അതിനുള്ള മികച്ച അവസരത്തിനായി കാത്തിരുന്നു. അപ്പോൾ തന്നെ അമരൻ പൊടി കയ്യിലെടുത്ത് വായുവിലേക്ക് എറിയാൻ തയ്യാറായി നിന്നു. പെട്ടെന്ന് കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ 2 സൈനികരുടെ നേരെ അവന്റെ കണ്ണുകൾ നീണ്ടു. ഇത് കണ്ട അമരൻ പരിഭ്രാന്തനായി ചിന്തിച്ചു, ദൈവമേ, അവർ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ ചിന്തിച്ച് അമരൻ തന്റെ ശരീരം മുഴുവനായും ഇലകൾക്കിടയിൽ പരമാവധി ഒളിപ്പിച്ചു വെച്ച് സ്വയം മറച്ചു. അപ്പോൾ അമരൻ മറഞ്ഞിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ 2 പോരാളികളും വന്നു നിന്നു. അപ്പോഴാണ് അമരൻ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ ശരീരത്തിൽ നിന്ന് ശക്തികളെ പുറന്തള്ളാൻ തുടങ്ങിയത്. ഒരു മരത്തിന്റെ ചുവട്ടിൽ 2 യോദ്ധാക്കൾ നിൽക്കുന്നത് കണ്ട് അമരൻ ചുറ്റും നോക്കി. അവിടെ മറ്റാരെയും കണ്ടില്ല. പടയാളികൾ മരത്തിനടുത്ത് മൂത്രമൊഴിക്കാൻ തുടങ്ങി. പോരാളികൾ തന്നെ കണ്ടില്ലെന്ന് അമരന് മനസ്സിലായി. പിന്നെ നിശബ്ദമായി 2 യോദ്ധാക്കൾ സംസാരിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. ഒരു യോദ്ധാവ് മറ്റേയാളോട് പറഞ്ഞു, ഏയ്, ആ പെൺകുട്ടി എത്ര സുന്ദരിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേട്ട് 2ാമത്തെ യോദ്ധാവ് ഉടൻ പ്രതികരിച്ചു, പതുക്കെ സംസാരിക്കൂ. ആരെങ്കിലും ഇത് കേട്ടാൽ നമുക്ക് 2 പേർക്കും പ്രശ്നമാവും. വേദാന്തന് ആ പെൺകുട്ടിയുടെ മേലെ ഒരു കണ്ണുണ്ട്. നീ ഇങ്ങനെ സംസാരിക്കുന്നത് അവൻ കേട്ടാൽ നിന്നെ അവൻ കൊല്ലും. യോദ്ധാവ് മുന്നറിയിപ്പ് നൽകി. അവർ 2 പേരും തിരിഞ്ഞ് കൂടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഇരുട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ ഒരു യോദ്ധാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ സഹയോദ്ധാവിനെ അറിയിക്കുന്നതിന് മുമ്പ് അമരൻ ഉടൻ തന്നെ ആ മനുഷ്യനെ കഴുത്ത് ഞെരിച്ചു. യോദ്ധാവിനെ തൽക്ഷണം കൊന്നു. അതിനിടയിൽ മറ്റേ യോദ്ധാവ് തിരിഞ്ഞു നോക്കി പറഞ്ഞു, നമുക്ക് പോകാം. എന്നാൽ സുഹൃത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ചുറ്റും ആരുമില്ല. അപ്പോൾ അയാൾക്ക് അല്പം സംശയം തോന്നി. ഉടൻ തന്നെ കൂടാരത്തിന് നേരെ നോക്കി നിലവിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അമരൻ പെട്ടെന്ന് അവന്റെ വായു പൊത്തി. നിമിഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിന് സംഭവിച്ച അതേ അവസ്ഥ അവനും സംഭവിച്ചു.
2 സൈനികരെ കൊലപ്പെടുത്തിയ ശേഷം അമരൻ അവരുടെ മൃതദേഹങ്ങൾ വനത്തിലേക്ക് വലിച്ചിഴച്ചു. പിന്നെ മൃതദേഹങ്ങൾ അവിടെ ഉപേക്ഷിച്ച് അമരൻ വീണ്ടും പഴയ സ്ഥാനത്ത് വന്നു നിന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി കാറ്റ് വീശാൻ പറ്റിയ നിമിഷത്തിനായി കാത്തിരുന്നു. കാറ്റ് വീണ്ടും കൂടാരത്തിലേക്ക് വീശാൻ തുടങ്ങി. അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ വെളുത്ത പൊടി വായുവിൽ കലർത്തി. അവനിത് ചെയ്യുമ്പോൾ പൊടി അവിടെ ആകെ പറന്നു. പട്ടാളക്കാർക്ക് ഒരു വിചിത്രമായ മണം അനുഭവപ്പെട്ടു. അത് മണക്കുമ്പോൾ എല്ലാവരും ബോധരഹിതരായി. അതേസമയം മറ്റൊരിടത്ത് മരത്തിന്റെ ശാഖയിൽ നിന്നിരുന്ന അമരൻ കൂടാരത്തിന്റെ നിശബ്ദതയുടെ ആഴം മനസ്സിലാക്കി. തന്റെ പദ്ധതി വിജയിച്ചുവെന്ന് ഊഹിച്ചു. ഉടൻ തന്നെ അവൻ മരത്തിന്റെ കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടി. മരിച്ച യോദ്ധാവിന്റെ കയ്യിൽ നിന്ന് വാളെടുത്തു. ശബ്ദമുണ്ടാക്കാതെ കൂടാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ആദ്യം ചില ചെറിയ കൂടാരങ്ങളിലേക്ക് ഒളി കണ്ടിട്ട് നോക്കി. നേരെ ചെന്നത് ഏറ്റവും വലിയ കൂടാരത്തിലേക്കാണ്. എന്നിട്ട് ആ വലിയ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു. അവിടെ നിന്നുകൊണ്ട് അമരൻ വാതിലിനു പകരമായി തൂക്കിയിരുന്ന തിരശ്ശീല കൈകൊണ്ടുയർത്തി. വാതിലിന്റെയും കൂടാരത്തിന്റെയും ഉള്ളിൽ തീയുടെ വെളിച്ചത്തിൽ 2 ശരീരങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് അവൻ കണ്ടു. അവരുടെ ശബ്ദം വ്യക്തമായി അവനെ കേൾക്കാൻ കഴിഞ്ഞു. ഈ സമയം കൂടാരത്തിനുള്ളിൽ വേദാന്ത് തല താഴ്ത്തി തന്റെ അരികിൽ കിടക്കുന്ന പെൺകുട്ടിയെ ഉറ്റുനോക്കി. അവളെ കണ്ടയുടനെ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ആ പെൺകുട്ടിയുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. അവന്റെ വലിയ തടിച്ച കൈകൾ അവളുടെ ചെറിയ കൈകളിൽ ഒതുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്റെ ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്നതായി വേദാന്തിന് തോന്നി. പിന്നെ വർദ്ധിച്ചു വരുന്ന ഹൃദയമിടിപ്പോടെ അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു നിഴൽ കൂടാരത്തിൽ പ്രവേശിച്ച് വാളുകൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങുന്നത് കണ്ടു. അജ്ഞാതനായ യോദ്ധാവ് കൂടാരത്തിൽ പ്രവേശിക്കുന്നത് കണ്ട് പെൺകുട്ടി ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അമരൻ പെൺകുട്ടിക്ക് നേരെ വാൾ ചൂണ്ടിയപ്പോൾ അവൾ ഭയന്ന് നിശബ്ദയായി. അതിനിടയിൽ വേദാന്ത് പരിഭ്രാന്തനായി. നീ ആരാണ്? എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ചെന്നായിക്കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാക്കളിൽ ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൻ പറഞ്ഞു. ഇത് കേട്ട് അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് വേദാന്തനോട് പറഞ്ഞു, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാൻ വന്നത്. അമരന്റെ സംസാരം കേട്ട് ആ നിഴലിൽ നിന്ന് ഈ മറുപടി പ്രതീക്ഷിക്കാത്ത വേദാന്തിന്റെ മുഖം ആശങ്കപ്പെടാൻ തുടങ്ങി. സഞ്ജയൻ ചെന്നായിക്കൂട്ടത്തോട് കുറച്ചുകാലം മുമ്പ് പറഞ്ഞ യുവാവാണ് ഇതെന്ന് സംശയിച്ചു. ഈ സംശയം കാരണം അയാൾ അമരനോട് ചോദിച്ചു, ഓ, സഞ്ജയനുമായി ഏറ്റുമുട്ടിയ ആ യുവാവ് നീയായിരുന്നല്ലേ? അത് കേട്ട് അമരൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, അവൻ നിന്നോട് എന്നെക്കുറിച്ച് പറഞ്ഞത് കാര്യമാക്കേണ്ടതില്ല. ചെന്നായ് സംഘത്തിലെ ഏറ്റവും ശക്തനായ 3ാമത്തെ പോരാളിക്ക് പോലും എന്റെ പേര് അറിയാമെന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അമരൻ ഉടൻ തന്നെ വാളുകൊണ്ട് അവനെ ആക്രമിച്ചു. എന്നാൽ വേദാന്തിന്റെ വേഗതയും കൂടുതലായതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മുഖത്ത് വാൽ പതിഞ്ഞു. കൃത്യസമയത്ത് നീങ്ങിയില്ലെങ്കിൽ ഒറ്റയടിക്ക് അവനെ അമരന് കൊല്ലാമായിരുന്നു. അവന്റെ മുഖത്തെ മുറിവിൽ നിന്ന് ചോരയൊലിക്കാൻ തുടങ്ങി. അത് വൃത്തിയാക്കുന്നതിനിടയിൽ അയാൾ ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ അമരനോട് ആക്രോശിച്ചു, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ശക്തിയും ധൈര്യവുമുണ്ട്, പക്ഷേ ബുദ്ധി കുറവാണ്. അതുകൊണ്ട് നീ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഇത് പറയുമ്പോൾ വേദാന്തിന്റെ ശരീരത്തിന് മുകളിൽ ശക്തികൾ ഒഴുകാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടതും അമരനും തലയാട്ടി യുദ്ധത്തിനൊരുങ്ങി. വേദാന്ത രഹസ്യമായി പോരാട്ടം നടത്തുമെന്ന് അമരൻ കരുതിയിരുന്നു. എന്നാൽ അമരന്റെ ആക്രമണത്തെ നന്നായി പ്രതിരോധിച്ചപ്പോൾ താൻ ഒരു ശരാശരി പോരാളി പോലും ആയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഇങ്ങനെ ചിന്തിക്കാൻ ഏറ്റവും വലിയ കാരണം തന്റെ അധികാരം സംരക്ഷിക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇനി വഴക്കല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. കൂടാതെ അമരൻ മത്സരത്തിൽ സന്തുഷ്ടനായിരുന്നു. കാരണം 1 മാസത്തിലേറെ നീണ്ട കഠിന പരിശീലനത്തിന് ശേഷം ശക്തനായ ഒരു യോദ്ധാവിനോട് പോരാടി തന്റെ ശക്തി പരീക്ഷിക്കാൻ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതേ ഉദ്ദേശത്തോടെ അവൻ തന്റെ ശക്തികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആ സമയം അമരന് ചുറ്റും ഒരു മഞ്ഞ പ്രകാശം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അമരൻ യുദ്ധത്തിന് തയ്യാറായതുകൊണ്ട് വേദാന്ത് പൈശാചികമായ പുഞ്ചിരിയോടെ പറഞ്ഞു, നീ ഇവിടെ വന്നത് എന്നെ കൊല്ലാനാണ്. അതാണ് നീ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനം. പക്ഷേ അതിൽ നീ വിഷമിക്കില്ല, കാരണം വിഷമിക്കാൻ നീ ജീവിച്ചിരിക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കാൽ നിലത്ത് ചവിട്ടി. എന്നിട്ട് ആക്രമിക്കാൻ തയ്യാറായി അമരന്റെ അടുത്തേക്ക് പാഞ്ഞു കയറി. അവൻ തന്റെ അടുത്തേക്ക് അതിവേഗം വരുന്നത് കണ്ട്
അമരൻ പെട്ടെന്ന് തിളങ്ങുന്ന ഊർജം അവന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു. നരകത്തിലേക്ക് പോകൂ, അവൻ അലറി. അവന്റെ കൈകളിൽ നിന്ന് ഒരു തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചം പുറപ്പെട്ടു. അത് നേരെ ചെന്ന് വേഗത്തിൽ വന്ന വേദാന്തിനെ തട്ടി. അവന്റെ ആക്രമണത്തിൽ വേദാന്തയുടെ ശരീരം പിന്നോട്ട് വലിച്ചു. പക്ഷേ അവന്റെ പാദങ്ങൾ നിലത്തു പതിഞ്ഞു. അത് നിലത്ത് വളരെ ആഴത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാക്കി. നീ വളരെ ശക്തനായ ഒരു യോദ്ധാവാണ്. നിന്നോട് വഴക്കിടുന്നത് രസകരമാണ്. അതിലും രസമാണ് നിന്നെ കൊല്ലുന്നത്, അവൻ പറഞ്ഞു. ഇതും പറഞ്ഞ് ഒരു ദീർഘനിശ്വാസമെടുത്ത് നെഞ്ചിൽ 2 തവണ തട്ടി. ഇത് കണ്ട അമരന് വേദാന്ത് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായില്ല. വേദാന്ത് പിന്നെ മുഷ്ടി ചുരുട്ടി ഉറക്കെ ചിരിച്ചു. അപ്പോഴാണ് അവന്റെ മുഷ്ടിക്ക് ചുറ്റും ഒരു വെളുത്ത ഊർജം വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയത്. ശക്തികളുടെ നിറം മാറുന്നത് കണ്ട് അമരൻ അല്പം ഞെട്ടി. എന്റെ ശക്തിയുടെ ഉറവിടം കല്ലാണ്. അതാണ് എന്റെ പ്രത്യേകത, എന്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിനക്കെന്നെ ഒരിക്കലും ജയിക്കാനാവില്ല. അത് അസംഭവ്യമാണ്. ഇതും പറഞ്ഞുകൊണ്ട് അവൻ ഒരിക്കൽ കൂടി തന്റെ കാലുകൾ നിലത്ത് ചവിട്ടി വീണ്ടും അമരന്റെ അടുത്തേക്ക് കുതിച്ചു. എന്നാൽ ഇത്തവണ അവന്റെ വേഗത കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിരുന്നു. അവൻ ഓടിയപ്പോൾ പെട്ടെന്ന് കൂടാരം മുഴുവൻ വലിയ ശബ്ദത്തോടെ ഇളകാൻ തുടങ്ങി. 96. വേദാന്തൻ തന്റെ അടുത്തേക്ക് അതിവേഗം നീങ്ങുന്നത് കണ്ട് അമരൻ കരുതലോടെ കാത്തുനിന്നു. വേദാന്തൻ അടുത്തു വന്ന് തന്റെ ശക്തിയേറിയ മുഷ്ടി കൊണ്ട് അമരനെ പ്രഹരിച്ചു. പ്രഹരത്തിന്റെ ആഘാതത്തിൽ നിന്നും വേഗത്തിൽ സുഖം പ്രാപിച്ച അമരൻ കിട്ടിയ അവസരം മുതലെടുത്തു. അമരൻ ശക്തി ഇടത്തെ മുഷ്ടിയിൽ കൊണ്ടുവന്ന് ശക്തിയായി വേദാന്തിന്റെ കഴുത്തിലടിച്ചു. അമരന്റെ കൈ ഒരു കല്ലിൽ തട്ടിയതുപോലെ തോന്നി. അതോടെ അവന്റെ മുഷ്ടി വേദനിച്ചു. കൈകൾ വിടർത്തി അവൻ ആശ്ചര്യത്തോടെ വേദാന്തത്തെ നോക്കി. അമരന്റെ ശക്തമായ ആക്രമണം പോലും വേദാന്തിനെ ബാധിച്ചില്ല. അത് കണ്ട് അമരൻ ആശ്ചര്യപ്പെട്ടു. പക്ഷേ അമരൻ കൈമുട്ടും കാൽമുട്ടും ഉപയോഗിച്ച് തന്റെ അതിവേഗ ആക്രമണം നിർദ്ദയം പ്രയോഗിച്ചു. എന്നാൽ അപ്പോഴും വേദാന്തിന്റെ കല്ലുപോലെയുള്ള ശരീരത്തിന് അമരന്റെ ശക്തമായ ആക്രമണങ്ങളെ പോലും എളുപ്പത്തിൽ നേരിടാൻ കഴിഞ്ഞു. അമരന്റെ എല്ലാ ആക്രമണങ്ങളും വ്യർത്ഥമായി തോന്നി. ഇത് കണ്ട് വേദാന്ത് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് അമരനോട് പറഞ്ഞു, നീ എന്റെ ചുറ്റും കൊതുകിനെ പോലെ ഇരിക്കണം. നിനക്കറിയുമോ എന്റെ ശക്തി എന്താണെന്ന്? എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഉടൻ തന്നെ അമരന് പിന്നിൽ നിന്ന് കാലുകൊണ്ട് അടിച്ച ശേഷം അമരൻ തിടുക്കത്തിൽ കൈകൾ ഉയർത്തി ആക്രമണം ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആക്രമണത്തിന്റെ ശക്തിയിൽ അമരൻ വായുവിലേക്ക് തെറിച്ച് പിന്നിലേക്ക് വീണു. കണ്ടത് വിശ്വസിക്കാനാവാതെ അമരൻ അമ്പരന്നു. ഇവൻ എന്തൊരു മനുഷ്യനാണ്, കരുത്തൻ. എന്റെ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. അമരന് അവനെതിരെ ശക്തികൾ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യുക? അമരൻ ചിന്തിച്ചു. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അമരൻ ഒരിക്കൽ കൂടി ചാടി എഴുന്നേറ്റ് മരവിച്ച കൈകൾ ചലിപ്പിക്കാൻ തുടങ്ങി. വേദാന്തൻ അവനെ നോക്കി ചിരിച്ചു. നീ അപകടത്തിലാണ് സുഹൃത്തെ. നിന്റെ ജീവൻ എനിക്ക് ഉറപ്പു തരാൻ കഴിയില്ല. എന്റെ കാമുകി എനിക്കായി കാത്തിരിക്കുന്നു. ഇതിലപ്പുറം എനിക്ക് അവളെ കാത്തിരുത്താൻ കഴിയില്ല. എനിക്ക് നിന്നെ വേഗം തീർത്ത് അവളുടെ അടുത്തേക്ക് പോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വേദാന്തൻ മുട്ടുകൾ മടക്കി കൈപ്പത്തികൾ നെഞ്ചിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അമരനെ നോക്കി. വേദാന്തയുടെ കൈപ്പത്തിയിൽ വെളുത്ത പ്രകാശം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അവന്റെ വായിൽ നിന്ന് പുക വരാൻ തുടങ്ങിയതും ശരീരം കറുത്ത കല്ലായി മാറുന്നതും അമരൻ കണ്ടു. ദേഹമാകെ കല്ലായി മാറിയുടൻ ഒരു പൈശാചിക ചിരിയോടെ അവൻ അമരനെ നോക്കി പറഞ്ഞു, നിനക്കിനി സമയമില്ല സുഹൃത്തേ. നിന്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ഈ ലോകം വൈകാതെ നീ വിട്ടു പോയേ പറ്റൂ. എന്റെ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ട അമരനും അവിടെ നിലനിന്നിരുന്ന ഭീകരത മനസ്സിലാക്കി. ആക്രമണത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ തന്റെ കൈകളിൽ ശക്തി സംഭരിക്കാൻ തുടങ്ങി. വേദാന്ത് ആക്രമിക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ ചുറുചുറുക്ക് ഉപയോഗിച്ച് വേഗത കൂട്ടി നേരെ അമരന്റെ അടുത്തേക്ക് നീങ്ങി. തന്റെ വേഗത ഏതാണ്ട് അവന്റെ വേഗതയ്ക്ക് തുല്യമാണെന്ന് അമരൻ മനസ്സിലാക്കി. അമരൻ അവനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. തലയ്ക്ക് സമീപം ശക്തമായ കാറ്റിന്റെ ശബ്ദം കേട്ട് അവൻ ഉടൻ തന്നെ തന്റെ ശക്തി ഉപയോഗിച്ച് വേദാന്തനിൽ നിന്ന് നീങ്ങി. അമരൻ നടന്നു പോകുന്നത് കണ്ട്
വേദാന്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇനിയൊരു രക്ഷപ്പെടൽ അസാധ്യമാണ്, അവൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അമരനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ അമരൻ അവനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടില്ല. മുട്ടുമടക്കി പുലിയെപ്പോലെ അമരന്റെ മേൽ ചാടി വായുവിൽ പറന്ന് അമരനെ നോക്കി ഉച്ചത്തിൽ അലറി, മരണം അടുത്തിരിക്കുന്നു. ഈ ആക്രമണത്തെ അതിജീവിക്കാൻ അമരന് എളുപ്പമായിരുന്നില്ല. അതിനാൽ പരിഭ്രാന്തി കാരണം അമരന്റെ നെറ്റിയിൽ ഒരു ചുളിവ് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇനി തിരിച്ചു പോകാൻ പറ്റില്ല, എല്ലാ അതിരും കടന്നിരിക്കുന്നു. ചിന്തിക്കാൻ പോലും സമയമില്ലാതെ തന്റെ ആക്രമണം ഒഴിവാക്കാൻ അമരൻ ശ്രമിച്ചു. ശക്തികൾ സംഭരിച്ച് ഇരു കൈകളിലും എത്തിച്ചു. അതിനുശേഷം വേദാന്തയുടെ മുഷ്ടി അമരന്റെ കൈകളിൽ ഇടിച്ചപ്പോൾ തന്നെ കൂടാരത്തിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അത് അത്ര ശക്തമായി തോന്നിയില്ല. എന്നാൽ ഇരുവരുടെയും ശക്തിയാൽ കൂടാരത്തിൽ പൊടിപടലങ്ങൾ പറന്നു തുടങ്ങി. പിന്നെ പൊടി പടർന്നു തുടങ്ങിയപ്പോൾ അമരന്റെ ശ്രമം കണ്ട് വേദാന്ത് പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്താണോ? എന്റെ ആക്രമണം തടയാൻ തയ്യാറാണോ? നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ശരി ശരി, അവസാന പോരാട്ടം. എന്തെങ്കിലും ചെയ്യൂ. നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനാവില്ല, ഇത് മാത്രമാണ് സത്യം. അമരൻ വേദാന്തിന്റെ ആക്രമണം കൈകൾ കൊണ്ട് തടയാൻ ശ്രമിച്ചു. എന്നാൽ വേദാന്ത് അവന്റെ മുന്നിൽ വളരെ ശക്തമായി നിന്നിരുന്നു. ആക്രമണത്തിൽ പിന്നോക്കം പോയ അയാൾക്ക് പെട്ടെന്ന് താൻ കൂടാരത്തിന്റെ അരികിൽ എത്തിയതായി തോന്നി. ഇത്രയും ശക്തമായ ഒരു ആക്രമണത്തെ നേരിട്ട അമരനെ കണ്ടപ്പോൾ വേദാന്ത് അവനെ അഭിനന്ദിച്ചു. വെറുതെ പറയുകയല്ല യോദ്ധാവേ, ഇത്രയും നേരം എന്റെ ആക്രമണത്തെ നേരിടാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ഈ പരിശീലനത്തിന് സ്വയം തയ്യാറെടുത്തത് കൊണ്ടാണ് നീ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നാൽ നീ ഇതെന്താണ് കാണിക്കുന്നത് യുവാവേ? നിങ്ങളുടെ കഠിനാധ്വാനമെല്ലാം എന്റെ കൺമുമ്പിൽ വെറും പൊടിയാകും. ഇത്രയും പറഞ്ഞ് അമരൻ തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് വേദാന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ പൊടിപടലങ്ങൾ കാരണം അമരൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും വേദാന്ത് അവനെ ശ്രദ്ധിക്കാതെ അവന്റെ മേൽ കൂടുതൽ ശക്തി പ്രയോഗിച്ചു. അമരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗുരു, ഈ യോദ്ധാവിനെ തോൽപ്പിക്കാൻ എനിക്കാവില്ല. അഷ്ടനക്ഷത്രമായ ഒരു അപരാജിതനെ തോൽപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ ഗുരു, എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അമരൻ ബലമായി വേദാന്തയെ അല്പം പിന്നിലേക്ക് തള്ളി. എന്നിട്ട് പെട്ടെന്ന് തന്നെ തന്റെ മുതുകിൽ കെട്ടിയിരുന്ന കരിങ്കല്ല് കെട്ടഴിച്ചു. അത്രയും നേരം തന്റെ ശക്തിയെ തടഞ്ഞു നിർത്തിയ ആ കല്ല് കെട്ടഴിച്ച ഉടനെ ഒരു ഇടിമുഴക്കത്തോടെ നിലത്ത് വീണു. പെട്ടെന്ന് അവന്റെ ശരീരം മുഴുവൻ അപാരമായ ഊർജത്താൽ ചുറ്റപ്പെട്ടു. പല ശക്തികളും തനിക്ക് ചുറ്റും കറങ്ങുന്നത് കണ്ട വേദാന്തന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു തുടങ്ങി. അയാൾ മനസ്സിൽ ചിന്തിച്ചു, ഈ യുവാവ് ഇത്രയും നേരം ഈ ഭാരമുള്ള കല്ല് മുതുകിൽ ചുമന്നാണോ എന്നോട് പോരടിച്ചത്? അങ്ങനെ ആലോചിച്ച് ഒരു ദീർഘനിശ്വാസം എടുത്ത് അയാൾ ആശ്ചര്യത്തോടെ അമരനെ നോക്കി. അമരന്റെ കണ്ണുകളിൽ ഒരു തുള്ളി ഭയമുണ്ടായിരുന്നില്ല. പകരം ശരീരമാകെ ഊർജം പ്രവഹിക്കുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. ഈ ശക്തി തനിക്ക് ചുറ്റും ഇഴയുന്നത് കണ്ട അമരൻ ചിരിച്ചുകൊണ്ട്, ക്ഷമിക്കണം സുഹൃത്തേ എന്നു പറഞ്ഞ് വേഗത്തിൽ വേദാന്തിനെ ആക്രമിക്കാനായി നീങ്ങി. വേദാന്തിന് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുമ്പ് അമരൻ അവന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു, ഇത് ചെന്നായ് കൂട്ടത്തിലെ മൂന്നാമത്തെ ശക്തന്റെ യാത്രയുടെ അവസാനം. ഇത് കേട്ട് വേദാന്തിന് ദേഷ്യം വന്നു. അമരൻ തന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയതിനാൽ അവന്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അമരൻ തന്റെ നെഞ്ചിൽ തൊട്ടലറി. അഷ്ടശക്തികൾ! അമരൻ ഇത് പറഞ്ഞയുടനെ അവന്റെ കൈകളിൽ നിന്ന് ഒരു വലിയ ശക്തി പുറത്തേക്ക് പോയി. ആ ശക്തി നേരെ വേദാന്തിന്റെ നെഞ്ചിലേക്ക് പോയി. അത് അവനെ ശക്തമായി ഇടിച്ചു. അമരന്റെ ആക്രമണം ഇത്ര ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത വേദാന്തിന്റെ മുഖം ഞെട്ടലിൽ ഒന്ന് വിളറി. അമരന്റെ ആക്രമണം ശക്തമായിരുന്നു. വേദാന്ത് ഉടൻ തന്നെ പിൻവാങ്ങി. നിലത്ത് ആഴത്തിലുള്ള കുഴികൾ ശേഷിച്ചു. അപ്പോൾ വേദാന്ത് അവന്റെ നെഞ്ചിലേക്ക് നോക്കി. ഇത് കണ്ട് വേദാന്ത് ഒരിക്കൽ കൂടി ചിരിച്ചുകൊണ്ട് അമരനെ നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്റെ മുടി പോലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇത് കേട്ട അമരൻ ഉടനെ മറുപടി പറഞ്ഞു, ഇത് പച്ചക്കള്ളമാണ്. നിനക്കെന്റെ ശക്തിയിൽ വിശ്വാസമില്ലേ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഈ കാര്യം പറയാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്കും അതേ വിധി സംഭവിക്കാൻ പോകുന്നു, അവൻ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് അമരൻ ചിരിച്ചുകൊണ്ട് ശൂന്യമായ കൈവിദ്യ ഉപയോഗിച്ച് വേദാന്തത്തെ ആക്രമിക്കുകയും ശരീരത്തിന്റെ ആന്തരിക ശക്തികൾ പുറത്തെടുക്കുകയും ചെയ്തു. ഈ ആക്രമണത്തോടെ വേദാന്തിന് വല്ലാത്ത അപരിചിതത്വം തോന്നി.
പെട്ടെന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അമരൻ തന്റെ കൈകൾ പിന്നിലേക്ക് വലിച്ചു. ആവശ്യത്തിന് രക്തം ശരീരത്തിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ അമരൻ ആ ആക്രമണം നിർത്തി. ആക്രമണം അവസാനിച്ചയുടനെ അപകടകരമായ ഭൂകമ്പത്തിൽ നിലത്ത് വീഴുന്ന ഉയരമുള്ള കെട്ടിടം പോലെ വേദാന്ത് നിലത്ത് വീണു. വീഴുമ്പോൾ ആ സ്ഥലം കുലുങ്ങി. അവന്റെ മൃതദേഹം അവിടെ കണ്ട അമരൻ കൈകൾ തുടച്ച് ഉടൻ അവിടെ നിന്നും പോയി. അമരൻ പോയതിനു ശേഷം കൂടാരം മുഴുവൻ നിശബ്ദമായി. പതിവ് പോലെ പിന്നീട് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം പരന്നു. അപ്പോഴാണ് ചില പടയാളികൾ ഉണർന്നത്. ശബ്ദമൊന്നും കേട്ടില്ല കൂടാരത്തിൽ നിന്ന്. ഇത് മനസ്സിലാക്കിയ സൈനികർ ഉടൻ തന്നെ ഏറ്റവും വലിയ കൂടാരത്തിന് മുന്നിൽ ചെന്ന് പരസ്പരം നോക്കി. പിന്നെ കൂടാരത്തിലേക്ക് നോക്കി വിളിച്ചു, വേദാന്ത സഹോദര, നീ ഇതുവരെ ഉണർന്നില്ലേ? എല്ലാവരും അവനെ വിളിച്ചു. എന്നാൽ അപ്പോഴും ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല. സൈനികർ കുറച്ചു നിമിഷങ്ങൾ കൂടി കാത്തിരുന്നു. കുറച്ചു നേരം കാത്തു നിന്നിട്ടും അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. മടിച്ചു ഒരു യോദ്ധാവ് തിരശ്ശീല മാറ്റി നോക്കി. അവൻ പതിയെ അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാവരും അവനെ അനുഗമിച്ച് അകത്തേക്ക് കയറി. അകത്ത് കടന്നതും അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും അമ്പരപ്പിച്ചു. വേദാന്ത് അകത്ത് നിലത്ത് കണ്ണു തുറന്നു കിടക്കുന്നു. അവന്റെ അടുത്ത് നിലത്ത് ധാരാളം രക്തം പടർന്നിരുന്നു. അത് കണ്ട് സൈനികരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവരിൽ ഒരാൾ ഭയത്താൽ ഞെട്ടി ചോദിച്ചു, വേദാന്ത് മരിച്ചോ? ആരോ അവനെ കൊന്നു, അതും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ? അയാൾ പറഞ്ഞു. അവിടെയുള്ള എല്ലാ പട്ടാളക്കാരുടെയും മുഖം വാടിപ്പോയിരുന്നു. വേദാന്തിന്റെ മരണവാർത്ത കാട്ടുതീ പോലെ അകലെയുള്ള മലയോര ഗ്രാമത്തിൽ പടർന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മരണം മിക്കവാറും എല്ലാവരും അറിഞ്ഞു. മാത്രമല്ല, അവനെ കൊന്നത് അമരൻ ആണെന്നും വാർത്ത പരന്നു. ഈ വാർത്തയോടെ ഗ്രാമം ഒന്നടങ്കം ആവേശത്തിലാണ്. എല്ലാവരും സംസാരിക്കുന്നത് ചെന്നായിക്കൂട്ടത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തി ആശ്ചര്യപ്പെട്ടു, എന്താ, ചെന്നായ സംഘത്തിലെ പ്രധാന വീരനെ കൊന്നോ? അതിനിടയിൽ മറ്റൊരാൾ പറഞ്ഞു, അയ്യോ, അത് മറ്റാരുമല്ല, ഒരു യുവാവ്. അവന്റെ പേര് അമരൻ. ഏകദേശം 10-15 പട്ടാളക്കാരെ ഇതിനകം തന്നെ അവൻ കൊന്നു. എന്നാൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് തന്നെ. ഇനി മുതൽ ചെന്നായ സംഘം ഗ്രാമവാസികളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കട്ടെ. ഇനി മുതൽ അവരാരും അഹങ്കരിക്കില്ലല്ലോ. ഒരു ചെറിയ പയ്യനാലാണ് അവരുടെ സംഘത്തിൽ ആൾനാശം ഏർപ്പെട്ടിരിക്കുന്നത്. വേദാന്തിന്റെ പെട്ടെന്നുള്ള കൊലപാതകത്തെക്കുറിച്ച് ഗ്രാമം പലതരത്തിൽ സംസാരിക്കുമ്പോൾ ഇതിൽ നിന്നും മാറി ഇതൊന്നും ശ്രദ്ധിക്കാതെ വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഒരു മുറിയിൽ ഔഷധ ലായനി തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരിചാരിക വന്ന് വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞു. മരുന്ന് കലർത്തുന്നതിനിടയിൽ അവളുടെ കൈകൾ പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി പതിഞ്ഞ സ്വരത്തിൽ പിറുപിറുത്തു, അമര, നീ പ്രതികാരം ചെയ്യുകയാണോ? ആ പെൺകുട്ടി മറ്റാരുമല്ല, മലയോര ഗ്രാമവൈദ്യ ഗീതാഞ്ജലി ആയിരുന്നു അത്. ഈ വാർത്ത കേട്ടയുടനെ അവൾ മേശപ്പുറത്തു നിന്ന് ഒരു കടലാസ് എടുത്ത് കസേരയിലിരുന്നു. ഗീതാഞ്ജലി എന്തോ ആലോചിച്ചു പറഞ്ഞു, വേദാന്ത് 8 നക്ഷത്രം നേടിയ അപരാജിതൻ. എന്നാൽ അമരൻ അവനെ എങ്ങനെ കൊന്നു? അവൻ തന്റെ പരിശീലനത്തിന്റെ വേഗത കൂട്ടി. ഇത് അതിശയകരമാണ്. ഞാൻ അവനെ കണ്ടിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അവൻ എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വയം ശക്തനാകാൻ തയ്യാറെടുത്തു? അവൾ ചിന്തിച്ചു. അതിനിടയിൽ ഏതോ പരിചാരികളുടെ ശബ്ദം കേട്ടു. അമ്മേ, അമ്മേ, സേതുപതി അവിടത്തെ കാണാൻ വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഗീതാഞ്ജലിയുടെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥത പടർന്നു. യഥാർത്ഥത്തിൽ സേതുപതിയാണ് മരുന്ന് കടയുടെ യഥാർത്ഥ ഉടമ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ വീണ്ടും വീണ്ടും ചന്തയിൽ വരാൻ തുടങ്ങിയിരുന്നു. അവനിപ്പോൾ അവിടെ വരാൻ കാരണം പട്ടണത്തിൽ ഒരു ശ്രുതി കേട്ടതാണ്. അത് യഥാർത്ഥത്തിൽ ചെന്നായ സംഘം പ്രചരിപ്പിച്ച നുണയാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സേതുപതി വീണ്ടും വീണ്ടും ഗീതാഞ്ജലിയെ കാണാൻ വന്നു. അവന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇതെല്ലാം ആലോചിച്ച് ഗീതാഞ്ജലി നെടുവീർപ്പെട്ടുകൊണ്ട് വേലക്കാരിയോട് പറഞ്ഞു, അവനോട് വരാൻ പറ. അവളുടെ വാക്കുകൾ കേട്ട് വേലക്കാരി തലകുനിച്ചു മുറിവിട്ടു. അവൾ പോയോടൻ ഗീതാഞ്ജലി അവളുടെ കയ്യിലെ കടലാസ് നന്നായി ഒളിപ്പിച്ചു വെച്ചു. സേതുപതിയെ കാണണമെന്ന് അവൾക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. 7 ഗീതാഞ്ജലിയെ കാണാൻ സേതുപതി എത്തി. പരിചാരിക പുറത്തിറങ്ങി സേതുപതിയോട് അകത്തേക്ക് വരാൻ പറഞ്ഞയുടനെ അവൻ സന്തോഷത്തോടെ അകത്തേക്ക് പ്രവേശിച്ചു. അവൻ തന്റെ വിലയേറിയ വസ്ത്രങ്ങൾ ശരിയാക്കി, മുടി മിനുക്കി. തുടർന്ന് ഗീതാഞ്ജലിയുടെ അടുത്തേക്ക് പോയി. നമസ്കാരം ഗീതാഞ്ജലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
മരുന്ന് നിർമ്മാണം എങ്ങനെ പോകുന്നു? അയാൾ ആശങ്കയോടെ ചോദിച്ചു. ഗീതാഞ്ജലി തലയുയർത്തി ആ മധ്യവയസ്കനെ നോക്കി. എന്നിട്ട് തന്റെ മുൻപിൽ വെച്ചിരുന്ന കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ അതിഥിക്ക് കുടിക്കാനായി മധുരപാനീയം നൽകി. ആ സമയം സേതുപതിയുടെ കണ്ണുകൾ ഗീതാഞ്ജലിയുടെ മെലിഞ്ഞ അരക്കെട്ടിൽ പതിഞ്ഞു. എന്നെ കാണാൻ പിന്നെയും പിന്നെയും ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? അവൾ ചോദിച്ചു. അത് ശരി, ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. അതെ, അമരൻ എന്ന യുവാവിനെ കുറിച്ച് നിങ്ങൾ വല്ലതും കേട്ടോ? സേതുപതി ചോദിച്ചു. മറുപടിയായി ഗീതാഞ്ജലി തലയാട്ടി. അവളെ തന്നെ നോക്കിയിരുന്ന സേതുപതി സംസാരം തുടർന്നു. ഓ, നീ നിധി തേടി ആ ഗുഹയിൽ പോയപ്പോൾ ആ അമരനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അവന്റെ കണ്ണുകളിലെ തിളക്കം മനസ്സിലാക്കിയ ഗീതാഞ്ജലി അവന്റെ വാക്കുകൾ നിരസിച്ചു. ഇല്ല സേതുപതി, നിങ്ങൾ എന്തോ തെറ്റായി ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. ആ അമരനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൊക്കയുടെ അരികിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. എന്നിട്ടവൻ എന്നെ രക്ഷിക്കാൻ കൈ തന്ന് എന്നെ ഉയർത്തി. എന്നാൽ തിരിച്ചു വന്ന ഞങ്ങൾ നിധി പിന്നീട് കണ്ടിട്ടില്ല. ആ നിധി ചെന്നായ് സംഘത്തിൽപ്പെട്ടവർ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ശരിക്കും നിധി വേണമെങ്കിൽ നിങ്ങൾ ചെന്നായ നേതാക്കളുടെ കൂടെ പോയി ചെന്നായ സംഘം കൊണ്ടുവന്ന സാധനങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെ നിധി ഉണ്ടാകും. ഗീതാഞ്ജലി അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. പകരം മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. അത് ശ്രദ്ധിച്ച സേതുപതി ഉടൻ തന്നെ സംസാരം മാറ്റി. എനിക്കും അങ്ങനെ തോന്നുന്നു. നിനക്ക് നിധിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അമരനെ നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവനെ നീ ഇങ്ങോട്ട് ക്ഷണിക്കണം. അത് നമ്മുടെ കച്ചവടം വർദ്ധിപ്പിക്കും. ചെന്നായിക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ശക്തരാണ്. പക്ഷെ നമ്മളോട് യുദ്ധം ചെയ്യാൻ അവർ ഇറങ്ങില്ലെന്ന് ഞാൻ കരുതുന്നു, സേതുപതി പറഞ്ഞു. ഗീതാഞ്ജലി സേതുപതിയുടെ സംസാരത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത പോലെ നിസ്സംഗതയോടെ മറുപടി പറഞ്ഞു. അതൊരു നല്ല ആശയമാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും അങ്ങ് പറഞ്ഞത് ഞാൻ അമരനോട് പറയും. പക്ഷേ എനിക്കവനെ അത്ര വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അവൻ നമ്മളോടൊപ്പം ചേരുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. അയ്യോ ഗീതാഞ്ജലി, അതിലൊന്നും കാര്യമില്ല. നമുക്കൊപ്പം കൂടണോ വേണ്ടയോ എന്നത് അവന്റെ ഇഷ്ടമാണ്. നമ്മൾ അവനെ വിളിക്കുക, അത്ര മാത്രമാണ് പ്രധാനം. ശരി, സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നു. അതും പറഞ്ഞ് സേതുപതി എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് ഗീതാഞ്ജലിയോട് യാത്ര പറഞ്ഞ് വാതിലടച്ചു പോയി. മുറിയുടെ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഗീതാഞ്ജലി സേതുപതി കുടിച്ച പാനീയം എടുത്തു മാറ്റിവെച്ചു. അവന്റെ ഉദ്ദേശം ശരിയായാലും ഇല്ലെങ്കിലും അവൻ എനിക്കൊരു ബാധ്യതയാണ്. വെറുതെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് എന്നെ തന്നെ സംരക്ഷിക്കാൻ ഈ വിഷപാനീയം അവന് സേവിക്കാൻ നൽകിയത്. ഗീതാഞ്ജലി രോഷത്തോടെ സ്വയം പറഞ്ഞു. അന്ന് അവളെ രക്ഷിച്ച നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഉടനെ അവൾ കണ്ണുകളടച്ചു. മനസ്സിൽ മരണം എന്നെ തൊടാൻ പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്നെ താങ്ങി നിർത്തിയ ഒരേ ഒരാൾ നീയാണ് അമര. ഞാൻ വിശ്വസിക്കുന്നു, ഈ ആനന്ദൂർ നഗരത്തിൽ നീ മാത്രമേ എനിക്കൊരു ദോഷവും വരുത്താത്തവനായുള്ളൂ. ഗീതാഞ്ജലി അമരനെ ഓർത്തു. അവളുടെ മനസ്സ് നിറയെ അമരനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതേസമയം നഗരത്തിന്റെ മറുവശത്തുള്ള ചെന്നായക്കൂട്ടത്തിന്റെ താവളത്തിന് നടുവിൽ ഒരു മൃതദേഹം കിടക്കുന്നു. അവിടത്തെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ആ മൃതദേഹം ചെന്നായ് സംഘത്തിലെ ഏറ്റവും ശക്തനായ മൂന്നാമത്തെ യോദ്ധാവായിരുന്ന വേദാന്തയുടേതായിരുന്നു. അവൻ അമരന്റെ കൈകൊണ്ട് പരലോകം പോകിയവനായിരുന്നു. താവളത്തിൽ എല്ലാവരും നിശബ്ദരായി വേദാന്തിന്റെ മൃതദേഹത്തിലേക്ക് നോക്കി നിന്നു. അവരുടെ നേതാവ് കർണൻ ദേഷ്യം കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. ചെന്നായ് സംഘം പൂർണ്ണമായും നിശബ്ദരായി. ഒരു സൂചി വീണാലും കേൾക്കാമായിരുന്ന നിശബ്ദതയ്ക്കിടയിൽ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടു. ആ അമരനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ അവനെ 1000 കഷ്ണങ്ങളാക്കി എന്റെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കും. എനിക്ക് അവനോട് വല്ലാത്ത പകയുണ്ട്. കർണൻ ഭ്രാന്തമായി അലറി. ആ അലർച്ച അവിടെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. കർണന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. വേദാന്തിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ ദേഷ്യവും സങ്കടവും അവന്റെ പരുക്കൻ സ്വരത്തിൽ വ്യക്തമായിരുന്നു. അടുത്തു നിന്നിരുന്ന സഞ്ജയന്റെ കണ്ണുകൾ ഭയത്തോടും ആശ്ചര്യത്തോടും കൂടി വേദാന്തിന്റെ ശരീരത്തിലേക്ക് നോക്കി. സഞ്ജയനെയും യോദ്ധാക്കളെയും ഭയന്ന് 1 മാസം മുമ്പ് ഗുഹയിൽ നിന്ന് ഓടിപ്പോയ ഒരാളാണ് വേദാന്തിന് ഈ അവസ്ഥ വരുത്തിയതെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വളരെ വേഗം വളരെ വളരെ ശക്തനാകുമോ ഒരാൾ? അതെങ്ങനെ സംഭവിക്കും?
ചെന്നായിക്കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ മൂന്നാമത്തെ പോരാളിയായ വേദാന്തനെ തോൽപ്പിക്കാനും കൊല്ലാനും മാത്രം അമരൻ എങ്ങനെ ശക്തനായി എന്ന് ചിന്തിച്ച് സഞ്ജയൻ അത്ഭുതപ്പെട്ടു. ഒരു സാധാരണക്കാരന് ചെന്നായിക്കൂട്ടത്തിന് നേരെ ഇത്തരത്തിൽ ഒരു ഭീഷണി ഉയർത്താൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു ഭയം സഞ്ജയന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെയുള്ള ഒരു ശത്രുവിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ചെന്നായ് സംഘത്തിനാകെ അവൻ ഭീഷണിയാകുമോ എന്ന ചിന്തയിൽ സഞ്ജയന്റെ ശരീരം വിറച്ചു. ആ സമയം സഞ്ജയൻ തലയുയർത്തി പിതാവിനെ ഒന്ന് നോക്കി. പിതാവും നേതാവിന്റെ കസേരയിലിരുന്ന് സഞ്ജയനെ നോക്കുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും കണ്ണുകളിൽ അമരനെ കൊല്ലാനുള്ള പകയിരിഞ്ഞു. സഞ്ജയ, ആ അമരന് വേദാന്തനെ കൊല്ലാൻ കഴിഞ്ഞു. അപ്പോൾ അവന്റെ ശക്തി ഏതാണ്ട് 8 നക്ഷത്രങ്ങൾക്ക് തുല്യമായിരുന്നു. അതുമാത്രമല്ല, വേദാന്തന്റെ മൂലശക്തി കല്ലാണ്. ഉന്നത നിലയിലുള്ള വിദ്യകൾ അവനറിയാമായിരുന്നു. എന്നിട്ടും അമരൻ അവനെ കൊന്നു. അപ്പോൾ അവന്റെ ശക്തിക്ക് പുറമേ ആ യുവാവിന് സവിശേഷമായ മറ്റെന്തൊക്കെയോ ശക്തികൾ ഉണ്ടെന്നത് സത്യമാണ്. ആപത്താണെന്ന് നമ്മളെല്ലാവരും കരുതുന്ന പല വിദ്യകളും അവന്റെ പക്കലുണ്ട്. അവനെ നശിപ്പിക്കാൻ നമ്മൾ ഒരു സാധാരണ തന്ത്രം മെനഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിക്കുക. നാളെ മുതൽ എല്ലാവരും അവരുടെ അടയാളങ്ങൾ അഴിച്ചുമാറ്റി നക്ഷത്രനില മറച്ചുവെച്ച് സാധാരണ സൈനികരെ പോലെ പ്രവർത്തിക്കണം. ഇതുകൂടാതെ എല്ലാ സൈനികരെയും 5 സംഘങ്ങളായി തിരിച്ച് പ്രധാന പ്രദേശത്തേക്ക് പോകണം. അമരനെ അന്വേഷിക്കേണ്ട പ്രദേശം അതാണ്. യുവാവിനെ കുറിച്ച് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ ഉടനെ നമ്മോട് പറയണം. ചെന്നായ് സംഘത്തലവൻ കർണൻ ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് തീജ്വല തെളിയുന്നത് കണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും എല്ലാം അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് നടക്കും. എന്നാൽ ഇതൊന്നും കർണന്റെ കോപം ശമിപ്പിച്ചില്ല. അമരനെ ഓർത്ത് അവൻ മുഷ്ടി ചുരുട്ടി. ആ അമരൻ ഇനി ജീവിച്ചിരിക്കരുത്. നമ്മളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച അവനെ വെറുതെ വിട്ടുകൂടാ. അമരന്റെ കളി ഇവിടെ ഈ ദേശത്ത് അവസാനിക്കും. അതേസമയം കാടിനുള്ളിൽ ഒരിടത്ത് ചന്ദ്രന്റെ പ്രകാശം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒഴുകി. ആ വെളിച്ചത്തിൽ കാട് വെള്ളിത്തിരമാലകൾ പോലെ തിളങ്ങി. അർദ്ധരാത്രിയിൽ അടുത്തുള്ള ഗുഹയ്ക്ക് സമീപം വെള്ളച്ചാട്ടത്തിനരികെ അമരൻ മരത്തിന്റെ ഒരു കൊമ്പ് മുറുകെ പിടിച്ചിരുന്നു. അവന്റെ കയ്യിലെ ഞരമ്പുകൾ വ്യക്തമായി കാണാമായിരുന്നു. അവന്റെ നെറ്റി നന്നായി വീർത്തു. അവനൊരു തുണി കൊണ്ട് വായ പൊത്തി. അവന്റെ അടുത്തു നിന്നിരുന്ന വരുണമിത്രൻ ഒരു വെള്ളപാത്രത്തിൽ നിന്ന് മരുന്നെടുത്ത് അമരന്റെ മുതുകിൽ ആ ചുവന്ന ദ്രാവകം തടവിക്കൊണ്ടിരുന്നു. വരുണമിത്രൻ പതിയെ അമരന്റെ മുതുകിൽ ചുവന്ന ദ്രാവകം പരത്തി ഒന്നും മിണ്ടാതെ അമരന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖഭാവത്തിൽ നിന്നും അമരൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് വ്യക്തമായി. അമര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനസ്സു മാറ്റാൻ വേണ്ടി വരുണമിത്രൻ ചോദിച്ചു. കുഴപ്പമില്ല ഗുരു, എന്റെ അവസ്ഥ വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. എന്നാലും സുഖമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങെന്താ കളിയാക്കുന്നത് എന്ന് ദേഷ്യത്തോടെ അമരൻ ചോദിച്ചു. മരുന്നിന്റെ തീവ്രത കൊണ്ട് മുതുകിൽ തീ പടർന്നിരുന്നു. വേദന കൊണ്ടവൻ ഏതാണ്ട് അബോധാവസ്ഥയിലായിരുന്നു. അവന്റെ ദേഷ്യം കണ്ട് വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, അമരനിൽ ആ ചുവന്ന ദ്രാവകം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നന്ദി. അമര, 7ാം നക്ഷത്രത്തിലെത്താൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ എന്നോട് പറയൂ, അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. അതേ ആശ്ചര്യത്തോടെ അവൻ വരുണമിത്രനെ നോക്കി മൃദുസ്വരത്തിൽ പറഞ്ഞു, ഗുരു, ഞാൻ 6ാം നക്ഷത്രത്തിലെത്തി 1 മാസം പോലും ആയിട്ടില്ല. പറയൂ, 7ാം നക്ഷത്രം ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സാധിക്കും? എന്ത് സംഭവിച്ചാലും അവസാനത്തെ 3 നക്ഷത്രങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗുരു. അമരൻ പറഞ്ഞു. നമ്മൾ പാഞ്ചാല നഗരം വിട്ടിട്ട് ഏതാണ്ട് 5 മാസമേ ആയിട്ടുള്ളൂ അമര. നിനക്ക് ചേര രാജവംശത്തിലെ രാജകുമാരിയോട് മത്സരിക്കാൻ ഇനി അധികം താമസമില്ല. അവളെ പൊരുതി തോൽപ്പിക്കുമെന്ന് നീ പ്രതിജ്ഞ എടുത്തിരുന്നു. നിനക്കത് ഓർമ്മയുണ്ടോ? വരുണമിത്രൻ ചോദിച്ചു. ഗുരു പറഞ്ഞത് കേട്ടപ്പോൾ അമരന് പെട്ടെന്ന് വാസുകിയെ ഓർമ്മ വന്നു. ഗുരു, ഓർമ്മയുണ്ട്. വാസുകി, അവളിപ്പോൾ ഏത് നിലയിൽ ആണുള്ളതെന്ന് എനിക്കറിയില്ല. 2 വർഷം മുമ്പ് 3 നക്ഷത്ര അപരാജിതയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ കഴിവുകൾ കാണുമ്പോൾ ഞാൻ എത്രയോ നില താഴെയാണെന്ന് തോന്നുന്നു, അമരൻ പറഞ്ഞു.
നീ പറഞ്ഞത് ശരിയാണ് അമര. അവളും പുരോഗമിച്ചു. അതേസമയം നിന്റെ ശക്തി കൂട്ടാനുള്ള പല രഹസ്യമാർഗങ്ങളും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ആ രീതി വളരെ അപകടകരമാണ്. അതുമാത്രമല്ല, പല ദോഷവശങ്ങളും ഉണ്ടാകും. അത് നിന്നെ വല്ലാതെ ശല്യപ്പെടുത്തും. നീ വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെയുള്ള രഹസ്യ രീതികൾ അനുവദിക്കാത്തത്. പക്ഷേ ആ പെൺകുട്ടി നിന്നോട് പരാജയപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവളെ പരാജയപ്പെടുത്താൻ അവിടുന്ന് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇപ്പോഴും ഗുരു പറഞ്ഞത് ഓർക്കുന്നു. എന്റെ വാക്ക് എന്തായാലും ഞാൻ അത് ലംഘിക്കില്ല. എങ്ങനെയെങ്കിലും ആ മത്സരത്തിൽ വാസുകിയെ തോൽപ്പിക്കും. ഈ 2 വർഷത്തിനുള്ളിൽ ഈ സ്ഥാനം, എന്റെ കൂടെയുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം വാസുകിയാണ്. അവളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തു പ്രശ്നവും നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്റെ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി വരുണമിത്രൻ തല കുലുക്കി കൈ നീട്ടി. ഗുരുവിന്റെ കൈകൾക്ക് മുന്നിൽ തണുത്ത വെള്ള വെളിച്ചം തെളിഞ്ഞു. വെളിച്ചം പതിയെ പന്തുപോലെയായി. വരുണമിത്രൻ ലഘുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട അമര. എനിക്ക് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിനക്ക് ഇത്തരമൊരു വാക്ക് നൽകില്ലായിരുന്നു. നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ ഒരുപാട് സമയം പാഴാക്കി കളയുന്നുണ്ട്. ഒരു യോദ്ധാവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയം കാടുകളിലും മലകളിലും ചുറ്റി നടക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ പരിശീലനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വരുണമിത്രൻ പറഞ്ഞത് കേട്ട് അതൃപ്തിയോടെ അമരൻ ഗുരുവിനെ നോക്കി. എന്റെ ഈ സമയനഷ്ടത്തിന് കാരണം അങ്ങാണ് ഗുരുവേ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ആ ചെന്നായ്ക്കൂട്ടത്തിലെ മുഴുവൻ സംഘത്തെയും നശിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും. പക്ഷെ നിങ്ങൾ എന്നെ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതിൽ എന്റെ തെറ്റെന്താണ്? അത് കേട്ടു വരുണമിത്രൻ അവന്റെ തലയിൽ തട്ടി. വിട്ടേ, നിന്റെ ഓരോ പ്രശ്നവും ഞാൻ കൈകാര്യം ചെയ്യണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്താണ് നിന്റെ കർമ്മം? ഞാൻ നിങ്ങളെ സഹായിക്കാത്തതിനാൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ ചിന്തിക്കുക. നീ ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടാൻ പ്രാപ്തനായിട്ടില്ലെന്ന്. ഇപ്പോൾ നീ മുമ്പത്തേക്കാൾ ശക്തനും ബുദ്ധിമാനുമാണ്. അത് ഞാൻ കാരണമാണ്, ഓർക്കുക. വരുണമിത്രൻ പറഞ്ഞു. അമരൻ ഗുരുവാക്യത്തെ അനുകൂലിച്ചു സമ്മതമൂളി. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരു. എനിക്ക് വളരെ കുറച്ചു സമയമേ ഉള്ളൂ. ഞാൻ വേഗം ചെന്നായ്ക്കൂട്ടത്തിന് പുറകെ പോകുന്നത് ഉപേക്ഷിച്ചു. എന്റെ പരിശീലന സമയം കൂട്ടും. ഇത് അങ്ങയോടുള്ള എന്റെ വാഗ്ദാനമാണ്. അധ്യായം 98. ചെന്നായ്ക്കൂട്ടത്തെ നശിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ അമരൻ ഒരിക്കൽ കൂടി തുണി വായിൽ കടിച്ചു പിടിച്ച് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു,